പി ടൈപ്പ് ആണ്. പി ടൈപ്പ് വളരെ സിമ്പിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു, പി ടൈപ്പ് എന്ന് പറയുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരു ഇൻട്രിൻസിക്കിനെ അല്ലെങ്കിൽ ഒരു പ്യൂറസ്റ്റ് ഫോമിലുള്ള സെമി കണ്ടക്ടറിനെ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ് നമ്മുടെ പി ടൈപ്പ്. ഇപ്പൊ ഏതൊക്കെയാണ് ട്രൈവാലന്റ് എന്ന് ഞാൻ പറഞ്ഞു. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ഇതൊക്കെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബോറോൺ, ഗാലിയം, ഇൻഡിയം ഒക്കെയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ വാലൻസി 3 വരുന്നതാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരെണ്ണം സിലിക്കൺ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, ബോറോൺ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സിലിക്കൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലുമായിട്ട് ഒരു ബോറോൺ ആറ്റം അങ്ങനെ 3 ഷെയർ ചെയ്ത് പോകും. പക്ഷെ ഇവിടെ ഉള്ളത് എന്താണ്? ഇവിടെ ഒരു വേക്കൻസി ആണ്. അതിന് ഷെയർ ചെയ്യാൻ ഇലക്ട്രോൺസ് ഇല്ല. ഇവിടെ ഇലക്ട്രോൺ അല്ല, ഇതൊരു വേക്കൻസി ആണ്. അതിന് ഷെയർ ചെയ്യാൻ ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ അങ്ങനെ ഇവിടെ വോയിഡ് എന്ന് കൊടുത്തിരിക്കുന്നതാണ്. വോയിഡ് മീൻസ് ഒരു ഫ്രീ സ്പേസ്. അപ്പൊ അങ്ങനെ ഒരു വേക്കൻസി ഉള്ളതിനെയാണ് നമ്മൾ ശരിക്കും ഇതിനെ എന്താ വിളിക്കുന്നത്? ഹോൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ശരിക്കും ഞാനൊരു ബോറോൺ ആഡ് ചെയ്ത് കൊടുക്കുമ്പോ എനിക്ക് അവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഹോൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആണ്. അതിന്റെ കൂടെ ഒരു അയോണും ഉണ്ടാവും. ആ അയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ അക്സെപ്റ്റർ എന്നാ വിളിക്കുന്നത്. അക്സെപ്റ്റർ അയോൺസ്. നേരത്തെ ഡോണർ അയോൺ പറഞ്ഞു. ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ വിളിക്കുന്നത് അക്സെപ്റ്റേഴ്സ് എന്നാണ്. ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് എൻ ടൈപ്പിനകത്ത്, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ പി ടൈപ്പിനകത്ത്. അതിനെ നമ്മൾ അക്സെപ്റ്റർ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഒരു വേക്കൻസിയാണ്, ഒരു ഹോളാണ്. അപ്പൊ ഇവിടെ ഈ വേക്കൻസി ഫിൽ ആവണമെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യണം. ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ ഫ്രീ ആവും. ഈ വേക്കൻസി ഇവിടെ ഫിൽ ആവും. ഈ ഇലക്ട്രോൺ ഇപ്പൊ ഇവിടെ വന്ന് ഒക്യുപ്പൈ ചെയ്തു. അപ്പൊ വേക്കൻസി എങ്ങോട്ട് മാറി? ഇവിടെ ആയി. അതായത് ഇങ്ങോട്ട് വന്നത് ഇലക്ട്രോൺ ആണെങ്കിലും ഹോള് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഹോളിന്റെ പൊസിഷൻ ഇനിഷ്യലി 1 ആയിരുന്നു, ഇപ്പോഴത്തെ പൊസിഷൻ 2 ആണ്. അപ്പൊ അതെങ്ങനെയാ വന്നത്? ഇവിടെ ഉള്ള ഒരു ഇലക്ട്രോൺ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇത് ഫില്ലായി. ഈ ഫില്ലായി കഴിയുമ്പോ വേക്കൻസി അപ്പുറത്തേക്ക് പോയി. അതാണ് നമ്മുടെ ഹോളിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഹോളിനെ ഒരു ചാർജ് കാരിയർ ആയിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പൊ ഇനി പി എൻ ജംഗ്ഷൻ ഒക്കെ പറയുന്ന സമയത്ത് ഹോൾസ് ആർ മൂവിങ് ഫ്രം പി ടൈപ്പ് ടു എൻ ടൈപ്പ്, ഇലക്ട്രോൺസ് ആർ മൂവിങ് ഫ്രം എൻ ടൈപ്പ് ടു പി ടൈപ്പ്, ഇങ്ങനെ നമ്മൾ പറയും. അപ്പൊ ഇലക്ട്രോൺസിനോടൊപ്പം തന്നെ ഹോൾസ് മൂവ് ചെയ്യുന്നതായിട്ട് പറയും. അവിടെ മൂവ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും അവിടെ ഹോൾ മൂവ് ചെയ്യുന്നതായിട്ട്. അപ്പം ഇതിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് കൂടുതൽ ഉണ്ടാവുന്നത് എന്താണ്? ഹോൾസ് ആണ്. വേക്കൻസി ആണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പി ടൈപ്പിനകത്ത് മെജോറിറ്റി എന്തായിരിക്കും? ഹോൾസ് ആയിരിക്കും. അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇതിനകത്ത് അയോൺസ് ഉണ്ട്. അയോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ കാണാം അക്സെപ്റ്റർ അയോൺസ് ആണ്. ഈ ഹോൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ ഈ സ്ട്രക്ചറോട് നോക്കുക, നമുക്കൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ കാണാം. ഇതും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാരണം ഇതിനകത്തുള്ള ടോട്ടൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആണ്. ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പൊ ഇതാണ് ഒരു പി ടൈപ്പിന്റെ സ്ട്രക്ചർ. അപ്പൊ 2 കേസും പഠിച്ചു. നമ്മളൊരു എന്നും പഠിച്ചു, പിയും പഠിച്ചു. എന്നിനകത്ത് ഏതൊക്കെ ഇമ്പ്യൂരിറ്റീസ് എന്നറിഞ്ഞിരിക്കണം. അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. മെജോറിറ്റി ഏതാണ്, മൈനോറിറ്റി ഏതാണ്. പി ടൈപ്പിനകത്തും അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ഏതാണ്, മെജോറിറ്റി, മൈനോറിറ്റി. ദെൻ ഡോണർ എന്ന് പറയുന്നത് എന്നിനകത്ത് യൂസ് ചെയ്യുന്ന പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെയാണ്. അക്സെപ്റ്റർ എന്ന് വിളിക്കുന്നത് പിക്കകത്ത് യൂസ് ചെയ്യുന്ന ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല ക്ലിയർ ആക്കി പഠിച്ചിരിക്കണം. കാരണം നമുക്ക് ആ ഫെർമി ലെവലിന്റെ ലൊക്കേഷൻ കൂടി ഞാനൊന്ന് പറയാം. ഒരു പി ടൈപ്പിനകത്ത് ഫെർമി ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും വാലൻസ് ബാൻഡിനടുത്തായിരിക്കും. ഇതാണ് വാലൻസ് ബാൻഡ്, ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്, ഇതാണ് നമ്മുടെ ഫെർമി ലെവൽ. അതായത് നമ്മുടെ ഇ ഐ, കാരണം നമ്മൾ എപ്പോഴും ഒരു ഇൻട്രിൻസിക്കിനെ ആണല്ലോ നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇ ഐ കാണിക്കുന്നത് ഇൻട്രിൻസിക്കിനെ ആണ് നമ്മൾ എക്സ്ട്രിൻസിക് ആക്കുന്നത് കാണിക്കാനാണ്. അപ്പൊ ഇ ഐ എന്ന് വെച്ചാൽ ഇൻട്രിൻസിക് ലെവൽ കാണിക്കുന്നതാണ്. അപ്പൊ ഇ എഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡോപ്പിംഗ് ലെവൽ. ഇ എഫ് നടുക്കാണെങ്കിൽ അത് ഇൻട്രിൻസിക് ആണ്. ഇ എഫ് ഇ ഐക്ക് മുകളിലോട്ട് പോയാൽ ഇത് ഇ ഐ ആണ്.
ആ ബാൻഡ് ഗ്യാപ്പിന് മുകളിലേക്ക് പോയാൽ ഇ എഫ് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് എൻ ടൈപ്പ് ആവും. ഇ എഫ് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അത് പി ടൈപ്പ് ആയിരിക്കും. ഈ ഇ എഫിന് പകരം നമ്മൾ എൻ ടൈപ്പിന്റെ കേസിൽ ഡോണർ എന്ന് ഉപയോഗിക്കാം. പി ടൈപ്പിന്റെ കേസിൽ ഇ എഫിന് പകരം അക്സെപ്റ്റർ എന്ന് ഉപയോഗിക്കും. രണ്ടും ഇമ്പ്യൂരിറ്റി ലെവൽസ് ആണ്. കോമൺ ലെവൽ ഉപയോഗിക്കുകയാണ് ഇ എഫ്. അപ്പൊ ഇ എഫ് എന്ന് പറയുന്ന ഒരു ഫെർമി ലെവൽ, ഒരു റെഫറൻസ് ലെവലാണ്. നമുക്ക് ഡോണർ ലെവലും അല്ലെങ്കിൽ ആക്സെപ്റ്റർ എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കാണിക്കാതെ ഒറ്റ പേര് കൊടുക്കുവാണ് ഇ എഫ്. ഇ എഫ് എന്ന് പറഞ്ഞാൽ ഫെർമി ലെവൽ. അപ്പൊ നമുക്ക് ഇൻട്രിൻസിക്കും എൻ ടൈപ്പും പി ടൈപ്പും ഒറ്റ വാക്കി പറയാം. അതായത് ഫെർമി ലെവല് ബാൻഡ് ഗ്യാപ്പിന്റെ നടുക്കാണെങ്കിൽ അത് ഇൻട്രിൻസിക് ആയിരിക്കും. ഫെർമി ലെവല് കണ്ടക്ഷൻ ബാൻഡിന് അടുത്താണെങ്കിൽ അത് എൻ ടൈപ്പ് ആയിരിക്കും. ഫെർമി ലെവല് ബാലൻസ് ബാൻഡിന് അടുത്താണെങ്കിൽ അത് പി ടൈപ്പ് ആയിരിക്കും. ആ ഫെർമി ലെവലിന്റെ ലൊക്കേഷൻ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ദെൻ അടുത്തത് നമുക്കിനി സെമി കണ്ടക്ടറിലോട്ട് പോവാം. എന്താണ് ഒരു സെമി കണ്ടക്ടർ? അപ്പൊ നമ്മൾ ബേസിക് സെമി കണ്ടക്ടേഴ്സ് പഠിച്ചു, എൻ ടൈപ്പും പി ടൈപ്പും. അതിനകത്ത് നമുക്കൊരു ഡയോഡ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് നോക്കാം. അപ്പൊ ഞാനൊരു സിലിക്കൺ എടുത്തു. ഈ സിലിക്കണിന്റെ ഒരു സൈഡ് ഞാൻ ഡോപ്പ് ചെയ്യുവാണ്. പെന്റാവാലന്റ് വെച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ ട്രൈവാലന്റ് വെച്ച് ഡോപ്പ് ചെയ്യും. ട്രൈവാലന്റ് വെച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പി കിട്ടും. ഈ സൈഡ് ഞാൻ ഡോപ്പ് ചെയ്യുന്നു പെന്റാവാലന്റ് വെച്ച്, അപ്പൊ എനിക്ക് ഇവിടെ എൻ കിട്ടും. അപ്പൊ ഞാനിങ്ങനെ യൂണിഫോം ആയിട്ട് ഡോപ്പ് ചെയ്യുന്നത്, അതായത് ഇവിടെ ഞാൻ 100 ട്രൈവാലന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് 100 പെന്റാവാലന്റ് ഉപയോഗിക്കണം. അപ്പൊ എനിക്ക് ഏകദേശം ഇതിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഒരു ഈക്വൽ സ്ട്രക്ചർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിന് വരയ്ക്കാം. ഒരു പിയും കിട്ടി, ഒരു എന്നും കിട്ടി. രണ്ടും യൂണിഫോം ഡോപ്പിംഗ് ആണ്. രണ്ട് സൈഡിലും ഒരേ കോൺസെൻട്രേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എന്റെ ക്വാണ്ടിറ്റി ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇത്ര ഡോപ്പിംഗ് ഇത്ര ഡോപ്പിംഗ്. പക്ഷെ പെന്റാവാലന്റും ട്രൈവാലന്റും ഉപയോഗിച്ചാണ് ഡോപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരു സിലിക്കൺ ഒരു പി എൻ ജംഗ്ഷനായി മാറി. അപ്പൊ ഒരു സിലിക്കണെ തന്നെയാണ് നമ്മൾ ഒരു ഡയോഡാക്കി മാറ്റുന്നത്. അപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്നത് ഒരു പി എന്നും ജസ്റ്റ് ഫോം ചെയ്തേക്കുന്ന കണ്ടീഷനാണ്. അപ്പൊ നമുക്കറിയാം ഒരു പി അങ്ങോട്ട് ഫോം ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് അറിയാം. അപ്പൊ അവിടെ ഹോൾസ് ഉണ്ട്, ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോൺസും ഉണ്ട്. ഹോൾസും അയോൺസും ഉണ്ട്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇവിടെ എന്നിനകത്ത് ഇലക്ട്രോൺസും ഉണ്ട്, പോസിറ്റീവ് അയോൺസും ഉണ്ട്. ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, പോസിറ്റീവ് അയോൺസും. ഇപ്പൊ നേരത്തെ കണ്ട സ്ട്രക്ചർ ആണ്. ഇതിനകത്ത് മൂവിങ് പാർട്ടിക്കിൾസ് ആരാണ്? ഇത് ഹോൾ. ഇതാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. ഹോൾ മൂവ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹോൾ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ദെൻ ഇത് ഇമ്മൊബൈൽ ആണ്. ഇത് നമ്മുടെ അക്സെപ്റ്റർ അയോൺ ആണ്. അക്സെപ്റ്റർ അയോൺ. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് മൂവിങ് ആണ്, ഇലക്ട്രോൺ. ഇതെന്ന് പറയുന്നത് ഇമ്മൊബൈൽ ആണ്, ഡോണർ അയോൺ. അപ്പൊ ഈ അയോൺസ് ഒന്നും മൂവ് ചെയ്യത്തില്ല. മൂവ് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. ഇവിടെ നടക്കുന്ന പ്രോസസ് ആണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പ്രേ അടിക്കുന്നതാണ്. നമ്മളിപ്പോ ഒരു റൂമിൽ നിന്ന് സ്പ്രേ അടിക്കുവാണെങ്കിൽ അത് എന്ത് സംഭവിക്കും? നമ്മൾ അടിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് ഈ മോളിക്യൂൾസ് ഇങ്ങനെ സ്പ്രെഡ് ആവും. അത് കൊളീഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വഴിയാണ് അത് സ്പ്രെഡ് ആവുന്നത്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ എന്നിനകത്ത് കൂടുതലുള്ളത് ഇലക്ട്രോൺസ് ആണ്. അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? പിയിലേക്ക് മൂവ് ചെയ്യും. തിരിച്ച് ഞാൻ പറയുവാണ്, പിയിൽ നിന്ന് ഹോൾസിന് എന്നിലോട്ട് പോകാൻ, കാരണം ഹോൾസ് കൂടുതലുണ്ട്. അപ്പൊ ഈ ഹോൾസ് എന്നിലേക്ക് മൂവ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് പിയിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് അത് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഇലക്ട്രോൺസ് ഹോൾസ് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോൺ ഹോൾ പെയർസ് ഇവിടെ എലിമിനേറ്റ് ആവുകയാണ്. ഇലക്ട്രോൺസും ഹോൾസും ആ ജംഗ്ഷനിലായിരിക്കും ആദ്യം ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് ഹോൾസ് ഇവിടുന്ന് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഇലക്ട്രോൺസ് ഹോൾസും ജംഗ്ഷനിൽ എലിമിനേറ്റ് ആവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ റീകോമ്പിനേഷൻ നടക്കുവാണ്. ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ വിൽ ഒക്കർ അറ്റ് ദ ജംഗ്ഷൻ. അപ്പോ ഒരു ഇലക്ട്രോണും ഒരു ഹോളും അല്ലെങ്കിൽ ജംഗ്ഷനിലുള്ള കുറച്ച് ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ ഇങ്ങനെ റീകമ്പൈൻ ചെയ്തു പോകും. അയോൺസ് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതവിടെ നിൽക്കും. അപ്പൊ അവിടുത്തെ ന്യൂട്രാലിറ്റി പോയി. ഒരു ഹോളും ഒരു അയോണൂടെ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവോട് നിന്നാണ്. അപ്പൊ ഇലക്ട്രോൺസ് റീകമ്പൈൻ ചെയ്ത് പോയി ബൈ ദ പ്രോസസ് ഓഫ് റീകോമ്പിനേഷൻ. അങ്ങനെ റീകമ്പൈൻ ചെയ്ത് പോയി കഴിയുമ്പോൾ ഇനി വീണ്ടും അടുത്ത ഹോള് ഈ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ ശ്രമിക്കും. ഈ ഹോള്
ഈ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിന് റീകമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഹോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇത് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു സ്ട്രോങ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ ഹോള് ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ റിപ്പൽ ചെയ്ത് നിർത്തും. അല്ലെങ്കിൽ ഈ ഹോൾ അങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. റീസൺ ഈ സ്ട്രോങ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. സിമിലർലി ഈ ഇലക്ട്രോണിന് ഈ ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഈ നെഗറ്റീവും ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലും ഇപ്പുറത്തുള്ള ഹോൾസിനെയും ഇലക്ട്രോൺസിനെയും റീകമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നു. ബാരിയർ മീൻസ് ഒരു തടസ്സം. ആ ഡിഫ്യൂഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ബാരിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ആ ബാരിയർ കാരണം അവിടെ ഫർദർ ഡിഫ്യൂഷൻ നടക്കത്തില്ല. അപ്പോ ഇതാണ് ഈ ബാരിയർ. അല്ലെങ്കിൽ ഇവിടെ ഒരു ജംഗ്ഷൻ നമുക്ക് ഇവിടെ കാണാം. ആ ജംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? അവിടെ അയോൺസ് മാത്രമേ ഉള്ളൂ. ഡോണർ അയോൺസും അക്സെപ്റ്റർ അയോൺസും മാത്രമുള്ള ഒരു റീജിയൻ ഫോം ചെയ്യും. ആ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. മറ്റൊരു പേര് സ്പേസ് ചാർജ് റീജിയൻ. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഡിഫ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് പറയാം ഹോൾസ് പിയിൽ നിന്നും എന്നിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് എന്നിൽ നിന്നും പിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു കുറച്ചു നേരത്തേക്ക് നമുക്ക് പറയാം അവിടെ റീകോമ്പിനേഷൻ നടക്കും ജംഗ്ഷനിൽ. അതിനുശേഷം വീണ്ടും ഫർദർ ഡിഫ്യൂഷൻ ഇവിടെ നടക്കത്തില്ല. അതിനുള്ള റീസൺ അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് അയോൺ നിൽക്കുന്ന കാണാം. ആ റീജിയനെ ഡിപ്ലീഷൻ ചെയ്യുന്ന വിളിക്കും. അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഈ ബാരിയർ പൊട്ടൻഷ്യൽ കാരണമാണ് അവിടെ ഫർദർ ഡിഫ്യൂഷൻ നടക്കാത്തത്. ആ റീജിയനെ വിളിക്കുന്ന പേര് ഡിപ്ലീഷൻ റീജിയൻ. അപ്പൊ വാട്ട് ഈസ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ആ റീജിയനിൽ ഇലക്ട്രോൺസ് ഇല്ല, അല്ലെങ്കിൽ ഹോൾസ് ഇല്ല, ചാർജ് കാരിയേഴ്സ് ഇല്ല. അത് ഡിപ്ലീറ്റഡ് ആയിരിക്കും, ഫ്രീ ഓഫ് ചാർജ് കാരിയേഴ്സ്. അതായത് ഇലക്ട്രോൺസ് ഹോൾസ് ഇല്ലാത്ത റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. അവിടെ അയോൺസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഡിപ്ലീഷൻ റീജിയൻ എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ന്യൂട്രലാണ്. കാരണം അവിടെ ഹോൾസും ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്, അയോൺസ്. ഇലക്ട്രോൺസ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. മൊത്തത്തിൽ ന്യൂട്രലാണ്. ഇത്രയും ന്യൂട്രലാണ്. അപ്പൊ ആ നടുക്ക് മാത്രമാണ് ന്യൂട്രൽ അല്ലാതെ നിൽക്കുന്നത്. കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത് ബാരിയർ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ അവിടെ നമുക്ക് പറയാം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡിലൂടെ ഞാനൊന്ന് വരച്ച് കാണിക്കാം. അപ്പൊ ഒരു ഡിപ്ലീഷൻ റീജിയനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എവിടാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇവിടാണ് ഉണ്ടാവുന്നത്. പ്ലസിൽ നിന്നും മൈനസിലേക്ക്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് ഫീൽഡ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ലെങ്ത് ആണ്. നമ്മൾ വോൾട്ട് പെർ സെന്റിമീറ്റർ അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ്. അപ്പൊ പൊട്ടൻഷ്യൽ ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അതേപോലെ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക, ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മിഡിൽ ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ആണ്. ആ ഡിപ്ലീഷൻ റീജിയന്റെ മിഡിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ ഉള്ളത്. ഈ എഡ്ജിലേക്ക് വരുമ്പോൾ ഈ പോർഷനിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. കാരണം അത് ന്യൂട്രൽ റീജിയൻ ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അപ്പോൾ ആ ഒരു സെമി കണ്ടക്ടറിനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു പി എൻ ജംഗ്ഷൻ ആയതുകൊണ്ടേ തന്നെ നമുക്ക് ഇങ്ങനെ 3 റീജിയൻസ് ആയിട്ട് കാണിക്കാം. ആദ്യത്തെ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് 0, നടുക്ക് ഡിപ്ലീഷൻ റീജിയൻ ഉള്ളിടത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കാരണം അവിടെ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. ആദ്യത്തെ 2 കേസസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ന്യൂട്രൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂട്രൽ റീജിയനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് 0. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പൊ ഇതാണ് ഒരു പി എൻ ജംഗ്ഷന്റെ ഫോർമേഷൻ. അപ്പൊ വളരെ എളുപ്പം നമുക്ക് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാവും. പക്ഷെ അതിനകത്ത് ബാരിയർ പൊട്ടൻഷ്യൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള റീജിയൻസ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം ഇത് വളരെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻസ് വരാതിരിക്കണമെങ്കിൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ഇതാണ് നമ്മുടെ ഒരു ഡയോഡ്. അപ്പൊ ഡയോഡിന്റെ സിമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നത്. അതിന്റെ നമുക്ക് കാണാം ആനോഡ്, കാഥോഡ്, 2 ടെർമിനൽസ് ഉണ്ട്. ഇനി അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ബയാസിംഗും കൊടുക്കാത്തുള്ള ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്ന കേസാണ്. നോ ബയാസ്, അതായത് എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്തിട്ടില്ല, ഒരു ഡി സി വോൾട്ടേജും കൊടുക്കാനുള്ള ഒരു കേസാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് 2 കേസുകളുണ്ട്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. അപ്പൊ അതിലേക്ക് പോവാം.
ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നോ ബയാസ് കേസ് ആണ് ഞാനിപ്പം ഡിസ്കസ് ചെയ്തത്. ഒരു പി എൻ ജംഗ്ഷനകത്ത് എങ്ങനെയാണ് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത് എന്നുള്ള കേസാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഡിഫ്യൂഷന്റെ കാര്യവും ഫർദർ ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ആവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത കേസിലേക്ക് പോവാം. അപ്പൊ നമ്മളിവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യലിന്റെ കാര്യം പറഞ്ഞു. ഒരു പി എൻ ജംഗ്ഷൻ അക്രോസ് ആ മൈനസ് പ്ലസ് റീജിയൻ ഉണ്ടാവും, അതാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇവിടെ ഉണ്ടാവുന്ന ഈ നെഗറ്റീവ് പോസിറ്റീവ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്നൊക്കെ വിളിക്കും. കോണ്ടാക്ട് പൊട്ടൻഷ്യൽ, ബാരിയർ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയാം. അതിന്റെ വാല്യൂ പഠിച്ചു വെച്ചിരിക്കണം. ഫോർ സിലിക്കൺ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.7 ആണ്. ജെർമേനിയത്തിന്റെ കേസിൽ അത് 0.3 ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം the potential difference existing across a depletion region അല്ലെങ്കിൽ depletion layer is called the barrier potential. And for silicon അതിന്റെ വാല്യൂ 0.7 ആണ്. ജെർമേനിയം അതിന്റെ വാല്യൂ 0.3 ആണ്. നെക്സ്റ്റ്, ഫോർവേഡ് ബയസ്. അപ്പൊ നമ്മൾ നോ ബയാസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും കൊടുത്തില്ല. ഇനി നമ്മൾ പി എൻ ജംഗ്ഷനിൽ ഒരു വോൾട്ടേജ് കൊടുക്കാൻ പോവാണ്. എക്സ്റ്റേണൽ ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുക്കാൻ പോവാണ്, പി എൻ. ഡിപ്ലീഷൻ റീജിയൻ ഇവിടെ നമ്മൾ വരച്ച് കാണിച്ചു, മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഇത് ന്യൂട്രലാണ്. ഇവിടെ ഹോളും ഉണ്ട് അയോണും ഉണ്ട്. ആ ഡിപ്ലീഷൻ റീജിയൻ വരുമ്പോഴാണ് ഹോള് റീകമ്പൈൻ ചെയ്തു പോകുന്നത്. അതേപോലെ ഇവിടെ ഇലക്ട്രോണും ഉണ്ട്, പോസിറ്റീവ് അയോണും ഉണ്ട്, ന്യൂട്രലാണ്. ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത കേസ് പഠിച്ചു. ഇനി നമ്മൾ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലും ഇപ്പോഴത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുക. അതിനെയാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്, എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ, അതാണ് ഈ സൈഡ് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോളിന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജി കിട്ടുവാണ്. അപ്പൊ നേരത്തെ സ്റ്റോപ്പ് ആയിരുന്ന ഡിഫ്യൂഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അതായത് ഇവിടുന്ന് ഇലക്ട്രോൺസ് വീണ്ടും ഇങ്ങോട്ട് പോകും. ഇവിടുന്ന് ഇവിടുന്ന് ഹോൾസ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ നോക്കി, ഒരു ഡിപ്ലീഷൻ റീജിയൻ, ഇപ്പൊ ഞാൻ ഡിപ്ലീഷൻ റീജിയനിൽ കുറച്ച് അധികം അയോൺസ് വെച്ചൊന്ന് വരയ്ക്കുവാണ്. മൈനസ് മൈനസ് പ്ലസ് പ്ലസ്. ഞാൻ നേരത്തെ ഒരെണ്ണേ വരച്ചോളൂ, ഒരെണ്ണമൊന്നും അല്ല. അങ്ങനെ ഡിപ്ലീഷൻ ചെയ്യുന്ന ഒരുപാട് അയോൺസ് വരുമല്ലോ. അപ്പൊ നോക്കി, ഇവിടുന്ന് ഒരു ഹോൾ ഇങ്ങോട്ടേക്ക് പോവാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഹോൾ പോവാണ്. സിമിലർലി ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസ് എൻട്രി ആണ്. ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്, ഞാൻ സെപ്പറേറ്റ് ഒന്ന് വരയ്ക്കുവാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ വരുവാണ്, എക്സ്റ്റേണൽ ആയിട്ട് പൊട്ടിച്ചു കൊടുക്കുമ്പോൾ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് വരുവാണ്. അതേപോലെ ഇവിടേക്ക് ഹോൾ വരുമ്പോൾ ഈ റീജിയൻ എന്തായി പോകും? ഡിപ്ലീഷൻ ആയി പോകും. ഇതും കൂടെ അങ്ങ് ന്യൂട്രൽ ആയി പോകും. ഒരു ഹോൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ന്യൂട്രൽ ആയി, ഹോള് പോസിറ്റീവും നെഗറ്റീവ് ആയാണ്. അപ്പൊ അത് ന്യൂട്രൽ ആയി. അതേപോലെ ഇപ്പുറത്തും അത് ന്യൂട്രൽ ആവുകയാണ്. അതായത് നിങ്ങളുടെ ഈ റീജിയൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ന്യൂട്രൽ ആയിക്കൊണ്ടിരിക്കും. ന്യൂട്രൽ ആവുന്നതനുസരിച്ച് നിങ്ങൾ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം രണ്ട് സൈഡിൽ നിന്നും, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിച്ചിരുന്നു കഴിഞ്ഞ IUIക്ക്. പക്ഷെ റിവേഴ്സ് പാസിന്റെ ആണെന്നേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു സൈഡിൽ നിന്ന് ഹോൾസ് എൻ്റർ ചെയ്യുന്നു, മറ്റേ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ഹോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡിപ്ലീഷൻ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഹോൾസും ഇലക്ട്രോൺസും ഇല്ലാത്ത റീജിയൻ ആണ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറയും. അപ്പൊ നമുക്ക് പറയാം, ഫോർവേഡ് ബയാസില് എന്ത് സംഭവിച്ചു? ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറഞ്ഞു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ബാരിയർ പൊട്ടൻഷ്യൽ കുറയും. അപ്പൊ ഫോർവേഡ് ബയാസിന്റെ ഷോർട്ട് ആക്കി നമുക്ക് ഇങ്ങനെ പഠിക്കാം, വിഡ്ത് കുറയുന്നു. കാരണം എന്താ? ഇലക്ട്രോൺസ് ഹോൾസും ജംഗ്ഷനിലേക്ക്, ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ജംഗ്ഷൻ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ നമുക്ക് വിഡ്ത് കുറയും. അതേപോലെ തന്നെ ബാരിയർ പൊട്ടൻഷ്യലും കുറയും. കാരണം ജംഗ്ഷൻ വിഡ്ത് കുറയുവാണ്, സോ ബാരിയർ കുറയും. കാരണം കൂടുതൽ മെജോറിറ്റി ക്യാരീസിന് അവിടെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോർവേഡ് ബയസ് കൊടുക്കും. ഇത് കാരണം കൂടുതൽ ഡിഫ്യൂഷൻ നടക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു മെജോറിറ്റി കറണ്ട് ഉണ്ടാവും. മെജോറിറ്റി കറണ്ട് ഫ്ലോ ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വിഡ്ത് കുറയും, കോണ്ടാക്ട് പൊട്ടൻഷ്യൽ കുറയും, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ കുറയും, മെജോറിറ്റി കറണ്ട് ഫ്ലോ ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം അതിനകത്ത് പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ നമുക്ക് കാണാൻ കണ്ടോ, ഇത്രയാണ് ഡിപ്ലീഷൻ റീജിയൻ. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറഞ്ഞു, ബാക്കി ഇത്രയും ന്യൂട്രലായി. ഈ ഹോള്, ഇവിടെ എല്ലാം ഹോൾസ് വരുന്നു, ഹോൾസ് അയോൺസും ഉണ്ട്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ അല്ല, മൊത്തത്തിൽ വിഡ്ത് കുറഞ്ഞു. ഇതാണ് ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ ഉള്ള കേസ്. അപ്പൊ ആ 3 പോയിന്റ് ഇതിനകത്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇലക്ട്രോൺസ് ഹോൾസും ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഡിപ്ലീഷൻ റീജിയൻ. വിഡ്ത് കുറയുന്നു, ബാരിയർ പൊട്ടൻഷ്യൽ കുറയുന്നു, മെജോറിറ്റി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇനി നമുക്ക് കറണ്ട് എങ്ങനെയാണെന്ന് നോക്കാം, അതും ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സ്പോണൻഷ്യൽ കറണ്ട് ആണ് അവിടെ ഉണ്ടാവുന്നത്, ഒരു മെജോറിറ്റി കറണ്ട്. ഇത് I, ഇത് V. അപ്പൊ നമുക്ക് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോഴാണ് ഈ കറണ്ട് ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ആയിട്ട് പോകുന്നത്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തും. അതിനെ നമ്മൾ വി ഗാമ എന്നോ വി കെ എന്നൊക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇത് നമ്മൾ നീ വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്നൊക്കെ വിളിക്കും. കട്ട് ഇൻ വോൾട്ടേജ്, നീ വോൾട്ടേജ് എന്നൊക്കെ പറയും. എന്താണത്? ഒരു ഡയോഡ് ഓൺ ആവാൻ വേണ്ടുന്ന വോൾട്ടേജ്. ഈ പോയിന്റ് എത്തുമ്പോഴാണ് ഡയോഡ് ഓൺ ആവുന്നത്. അപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ കറണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. മെജോറിറ്റി കറണ്ട് ആണ് ഈ വരച്ചേക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് കട്ടിംഗ് വോൾട്ടേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിമം ഫോർവേഡ് വോൾട്ടേജ് റിക്വയർഡ് ടു മേക്ക് ദ ഡയോഡ് ഓൺ. ഒരു ഡയോഡ് ഓൺ ആവാൻ വേണ്ടുന്ന മിനിമം വോൾട്ടേജ്. അതല്ലെങ്കിൽ പറയാം ഫോർവേഡ് വോൾട്ടേജ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ത്രൂ ദ ജംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഒരു എക്സ്പോണൻഷ്യൽ കറണ്ട് ആണ്. ഓക്കെ, അതിന്റെ കറണ്ട് ഇക്വേഷൻ നമുക്ക് ലാസ്റ്റ് റിവേഴ്സ് കൂടെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു എക്സ്പോണൻഷ്യൽ കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. ഇതാണ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് റിവേഴ്സിലേക്ക് വരാം. റിവേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, PSC ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. സോ കട്ടിംഗ് വോൾട്ടേജ് കുറയും. ഒരു ഫോർവേഡ് ക്യാരിയിൽ തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ അവിടെ T2 ഗ്രേറ്റർ ദാൻ T1 എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ കാണാം, ഇതാണ് ഇവിടുത്തെ കട്ടിംഗ് വോൾട്ടേജ് എങ്കിൽ ഇവിടെ കട്ടിംഗ് വോൾട്ടേജ് കുറഞ്ഞു, T2 സമയത്തുള്ള കട്ടിംഗ് വോൾട്ടേജ്. അപ്പൊ ഈ പോയിന്റ് ഓർത്ത് നോക്കുക, കട്ടിംഗ് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ അറ്റ് എ കോൺസ്റ്റന്റ് കറന്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഡിക്രീസസ് ബൈ 2 millivolt ഫോർ എവരി 1 degree റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള വാല്യൂസ് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ഇതാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾ ഫോർ എവരി 10 degree Celsius ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പം ആ ഒരു പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇത് ഫോർ എവരി 10 degree റൈസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾസ്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് നമ്മൾ റിവേഴ്സിൽ പഠിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് ഞാൻ ഫോർവേഡിനോട് പറഞ്ഞതേ ഉള്ളൂ. ഫോർ എവരി 10 degree റൈസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസസ്. അത് റിവേഴ്സ് കേസിൽ പറയേണ്ടതാണ്. അത് ഇവിടെ ഇതിന്റെ കൂടെ ഈ ഒരു വാല്യൂ വന്നത് കൊണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ അത് രണ്ട് ഫോർവേഡിന്റെ റിവേഴ്സിന്റെ ആ രണ്ട് കേസസ് പഠിച്ചു വെക്കേണ്ടതാണ്. സോ നമുക്ക് ഫോർവേഡ് ബയസിലുള്ള കറണ്ട് ഒന്ന് നോക്കാം. കറണ്ട് ഇതാണ്. I is equal to IS എന്നോ അല്ലെങ്കിൽ I0 എന്നൊക്കെ കാണിക്കാം. QV/KT -1. ഇതിനാണ് ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അതിനകത്ത് ഈ KT/Q എന്ന് പറയുന്നത് നമ്മൾ VT എന്ന് പഠിച്ചിട്ടുണ്ട്, വോൾട്ട് ഇക്വലന്റ് ടെമ്പറേച്ചർ. അപ്പൊ അതാണ് ഈ ഇക്വേഷൻ. ഇവിടെ ഈറ്റ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിനെ V/VT, ഒരു ഈറ്റയും കൂടെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഈറ്റ എന്ന് പറയുന്നത് ഐഡിയാലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എമിഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇത് പഠിച്ചു വെക്കുക. സിലിക്കണിന്റെ കേസിൽ ഇതിന്റെ വാല്യൂ 2 ആണ്. ജെർമേനിയത്തിന്റെ കേസിൽ ഈ വാല്യൂ 1 ആണ്. ഈ ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ എന്താണ് എത്ര ആ കട്ടിംഗ് വോൾട്ടേജുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു മോഡൽ പഠിക്കുമ്പോൾ അത് പറയാം. ഐഡിയാലിറ്റി ഫാക്ടർ അതിനെ കൺസിഡർ ചെയ്യുന്നതാണ്. ഏത് മോഡലാണെന്നുള്ളത്, കോൺസ്റ്റന്റ് മോഡലാണോ അതോ ഐഡിയൽ മോഡലാണോ എന്ന് ആ ഒരു ഒരു വോൾട്ടേജ് ഡ്രോപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ഈറ്റ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇതിന്റെ വാല്യൂ നോക്കിയാൽ മതി. സിലിക്കണിന്റെ കേസിൽ ജെർമേനിയത്തിന്റെ കേസിൽ എത്രയാണ്. പിന്നെ VT നമുക്കറിയാം, റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ 300 Kelvin. ഇത് റൂം ടെമ്പറേച്ചർ ആണ്, 27 degree Celsius അല്ലെങ്കിൽ 300 Kelvin വോൾട്ട് ഇക്വലന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.026259 ആണ്. 256 വോൾട്ട് ആണ്. നമുക്ക് അല്ലെങ്കിൽ ഇതിനെ 26 millivolt എന്നും പഠിച്ചു വെക്കാം. ഇങ്ങനെയും ചോദിക്കാം. 26 millivolt ആണ് VT-യുടെ വാല്യൂ. അത് KT/Q ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, KT/Q ആണ് VT എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡയോഡ് കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സ്പോണൻഷ്യൽ കറണ്ട് ആണ് ഇപ്പൊ കണ്ടല്ലോ, ഇങ്ങനെ ഒരു കറണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ IS ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അത് റിവേഴ്സിൽ നമുക്ക് പഠിക്കാം, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്താണ്. അതുപോലെ K-യുടെ വാല്യൂ ഒക്കെ അറിയാവുന്നതാണ്. K ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഐഡിയാലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എമിഷൻ കോഎഫിഷ്യന്റും എന്താണ് എന്നുള്ളത് ഇതിലൂടെ നോട്ട് ചെയ്യുക. അടുത്തത് റിവേഴ്സ് ബയാസ് ആണ്. റിവേഴ്സ് ബയാസ് വളരെ എളുപ്പമാണ്. റിവേഴ്സ് ബയാസിൽ ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മൈനസ് റീജിയൻ. ഇവിടെ ഹോൾസ് ഉണ്ട്, അയോൺസ് ഉണ്ട്. ഹോൾസ്, അയോൺസ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ട്, അയോൺസ് ഉണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് റിവേഴ്സ് ബയാസ്, അതായത് നെഗറ്റീവും പോസിറ്റീവും ആണ്. പിയും ഇത് എന്നും ആണ്. ഈ സൈഡ് നെഗറ്റീവിലോട്ടും തിരിച്ചാണ്.
പി സൈഡ് നെഗറ്റീവിലോട്ടും എൻ സൈഡ് പോസിറ്റീവിലോട്ടും. അപ്പൊ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് കൊടുത്ത് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് ഇത് തിരിച്ചാണ് മാർക്ക് ചെയ്തത്, മാറിപ്പോയി. ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ഇത് പി, ഇത് എൻ. ഇതിനകത്ത് ഹോൾ ഉണ്ട്, അയോൺസ്, ഹോള് അയോൺസ്. ഇവിടെയാണ് ഡിപ്ലീഷൻ റീജിയൻ വരുന്നത്, മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ ഇവിടെ ഹോള് അയോൺ ന്യൂട്രൽ ആണ്. ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, പോസിറ്റീവ് അയോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസ്. സോ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസ്. അപ്പൊ നമ്മൾ നെഗറ്റീവ്, പി ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. അപ്പൊ എൻ പോസിറ്റീവിലോട്ടും പി നെഗറ്റീവിലോട്ടും കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ മൂവിങ് പാർട്ടിക്കിൾസ് ഹോൾസ് ആണ്. അപ്പൊ ഈ ഹോൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അതുപോലെ ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസ് ഹോൾസും ആർ മൂവിങ് അവേ ഫ്രം ദ ഡിപ്ലീഷൻ റീജിയൻ. അങ്ങനെ ഹോൾസും ഇലക്ട്രോൺസും ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇവിടെ അയോൺസ് മാത്രം നിൽക്കും. അതായത് നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അവിടെയുള്ള ഇലക്ട്രോൺസ് ഹോൾസും അങ്ങ് ആ ബാറ്ററിയുടെ ടെർമിനലിലേക്ക് പോവുകയാണ്. അതായത് ഇറ്റ് ഈസ് മൂവിങ് അവേ ഫ്രം ദ ഡിപ്ലീഷൻ റീജിയൻ. അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടും. അപ്പൊ ഫോർവേഡ് ബയാസിലെ പോലെ അല്ല റിവേഴ്സ് ബയാസിൽ. റിവേഴ്സ് ബയാസിൽ എന്താ സംഭവിക്കുന്നത്? നേരത്തെ ഓപ്പോസിറ്റ് ആണ്. വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും, കോണ്ടാക്ട് പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യും. ഇവിടെ മെജോറിറ്റി കറണ്ട് ഇല്ല, പക്ഷെ എന്താ ഉള്ളത്? ഒരു മൈനോറിറ്റി കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഈ 3 പോയിന്റ് ആണ് അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. മൈനോറിറ്റി കറണ്ട് ഫ്ലോ ചെയ്യും, വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യും, കാരണം ഡിപ്ലീഷൻ റീജിയൻ വൈഡൻ ചെയ്യുവാണ്. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുന്നു, കാരണം ഇലക്ട്രോൺസ് ഹോൾസും ഡിപ്ലീഷൻ റീജിയനിൽ നിന്ന് അകന്നകന്ന് പോവാണ്. കാരണം അവർ കൊടുത്തേക്കുന്ന പൊട്ടൻഷ്യൽ അതുപോലാണ്, റിവേഴ്സ് ബയസ് ആണ്. സോ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ റിവേഴ്സ് ക്യാരിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. കറണ്ടും റിവേഴ്സ് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മൾ ഇനിഷ്യലി നമ്മൾ ആ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കറണ്ട്, ഒരു കോൺസ്റ്റന്റ് കറണ്ട്, മൈനോറിറ്റി കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാം. അതിനെയാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കറണ്ട് ഞാൻ I0 അല്ലെങ്കിൽ IS എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്യുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അങ്ങനെ ഈ റിവേഴ്സ് വോൾട്ടേജ് ഒരുപാട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് ഇങ്ങനെ പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാം. അതായത് ഒരു പർട്ടിക്കുലർ റിവേഴ്സ് വോൾട്ടേജിൽ ബ്രേക്ക് ഡൗൺ നടക്കും. അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ബ്രേക്ക് ഡൗൺ എന്താണെന്നൊക്കെ ഉള്ളത്, സെനർ, അവലാഞ്ച്, ആ കാര്യങ്ങളൊക്കെ നമ്മളത് ഒരു സെനർ ഡയോഡിന്റെ കേസിൽ അങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പം ഇതിവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിഷ്യലി ഫ്ലോ ചെയ്യുന്ന ഒരു മൈനോറിറ്റി കറണ്ട്, ഒരു കോൺസ്റ്റന്റ് മൈനോറിറ്റി കറണ്ട് ഉണ്ട്. അതിനെയാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് വിളിക്കുന്നത്. ദെൻ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ആ കറണ്ട് പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാം. ആ പർട്ടിക്കുലർ വോൾട്ടേജിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് നമ്മുടെ റിവേഴ്സ് ബയാസിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സെനർ, അവലാഞ്ച് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പൊ ഈ ഒരു റിവേഴ്സ് കറണ്ട് അല്ലെങ്കിൽ ഈ മൈനോറിറ്റി കറണ്ട് എന്ന് പറയുന്നത് നാനോ ആംപിയർ റേഞ്ചിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സിലിക്കണിന്റെ കേസിൽ യൂഷ്വലി സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നാനോ ആംപിയർ റേഞ്ചിലായിരിക്കും. ജെർമേനിയത്തിന്റെ കേസിൽ അത് മൈക്രോ ആംപിയർ റേഞ്ചിലും ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുന്നു, മൈനോറിറ്റി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ബാരിയർ പൊട്ടൻഷ്യൽ കൂടുന്നു, വിഡ്ത്ത് കൂടുന്നു, ബാരിയർ പൊട്ടൻഷ്യൽ കൂടുന്നു. അപ്പൊ വൈഡനിങ് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ റിവേഴ്സിൽ ഓർത്ത് വെക്കുക. സോ നമുക്ക് അതിന്റെ ഫുൾ ക്യാര നമുക്ക് വരയ്ക്കുവാണെങ്കിൽ ഇതാണ് ഫോർവേഡ് ക്യാര, ഇതാണ് റിവേഴ്സ് ക്യാര. ദെൻ അവിടെ ബ്രേക്ക് ഡൗണിലൂടെ കാണിക്കാം ഇങ്ങനെ. സോ ഇത് ഫോർവേഡ് കറണ്ടും ഫോർവേഡ് വോൾട്ടേജും, ഇത് റിവേഴ്സ് വോൾട്ടേജും റിവേഴ്സ് കറണ്ട്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. I is equal to IS e raised to QD by KT minus 1. ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. IS എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അത് നമ്മൾ കണ്ടു. ഈ കറണ്ട് ആണ് IS, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. മൈനോറിറ്റി കറണ്ട്, കോൺസ്റ്റന്റ് സാച്ചുറേഷൻ കറണ്ട്. അപ്പൊ ഇനി ഡയോഡിന് നമുക്ക് ഒരു മോഡൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന് ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയും. അതിന് ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനൊരു ഐഡിയൽ ഡയോഡ് മോഡലും ഉണ്ട്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡലും ഉണ്ട്. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് മോഡലാണ്. ഒന്ന് ഐഡിയൽ മോഡൽ, അടുത്തത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ. അപ്പൊ അത് കൺസെപ്റ്റ് ഒക്കെ വളരെ എളുപ്പമാണ്. നോക്കാം ഐഡിയൽ മോഡൽ എന്താന്ന് നോക്കാം. ഈ ഒരു ഫിഗറിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഐഡിയൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 0 റെസിസ്റ്റൻസ് ആയിരിക്കും, അത് ഫോർവേഡ് ബയസ്. അതേപോലെ തന്നെ
റിവേഴ്സിൽ അതിന് വളരെ ഹൈ റെസിസ്റ്റൻസും ആയിരിക്കും. അപ്പൊ ഇവിടെ കാണാം, കണ്ടോ, അത് കട്ടിംഗ് വോൾട്ടേജ് ഒന്നും ഇല്ല, അതിന്റെ സീറോയിൽ തന്നെ, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഇല്ല, സീറോയിൽ തന്നെ. മറ്റേ ഒരു 0.7 ബാരിയർ പൊട്ടൻഷ്യൽ ആയി നമ്മൾ പറഞ്ഞു, സീറോയിൽ തന്നെ ഇത് കണ്ടക്ട് ചെയ്യും. കണ്ടോ, ഇതിനെയാണ് നമ്മുടെ ഐഡിയൽ കേസ് എന്ന് പറയുന്നത്, ഐഡിയൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഫോർവേഡ് ഐഡിയൽ മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് ഇറ്റ് ഹാസ് സീറോ റെസിസ്റ്റൻസ് വെൻ ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് വെൻ റിവേഴ്സ് ബയസ്ഡ്. അപ്പൊ ഇതിനെ നമുക്കൊരു ശരിക്കും ഒരു സ്വിച്ച് ആയിട്ട് നമുക്ക് കാണിക്കും. ഒരു ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, റിവേഴ്സ് ബയാസിൽ അതിന്റെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്, അപ്പൊ അത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഫോർവേഡ് ബയാസിൽ അതിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്, അത് ഷോർട്ട് സർക്യൂട്ട് ആണ്. അപ്പൊ അതിന്റെ മോഡൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, അതിന്റെ ക്യാരയാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഒരു സ്വിച്ച് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഐഡിയലി ഒരു ഡയോഡ് ഐഡിയൽ മോഡലിനാണെങ്കിൽ നമുക്ക് പറയാം അതിനകത്ത് ഡ്രോപ്പ് ഒന്നും ഇല്ല, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നും ഇല്ല, സീറോയിൽ തന്നെ അത് കണ്ടക്ട് ചെയ്യും. സീറോ റെസിസ്റ്റൻസ് ആണ് ഫോർവേഡ് ബയാസിൽ, ഹൈ റെസിസ്റ്റൻസ് ആണ് റിവേഴ്സ് ബയാസിൽ. അപ്പൊ അതാണ് ഐഡിയൽ മോഡൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ കേസ് ആണ്. അവിടെ ഒരു 0.7 എന്ന് പറയുന്ന ഒരു ബാരിയർ പൊട്ടൻഷ്യലിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആ 0.7 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു 0.7 ഡ്രോപ്പ് കഴിഞ്ഞിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളൊരു സ്വിച്ച് മോഡലിൽ കാണിക്കാം. റിയൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ ആണെങ്കിൽ, ഇതിന്റെ ഐഡിയൽ മോഡൽ കണ്ടു, അവിടെ നമുക്ക് ഈ ഒരു ഡ്രോപ്പിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ഫോർവേഡ് ബയാസിലായാലും റിവേഴ്സ് ബയാസിലും ആ വോൾട്ടേജ് ഡ്രോപ്പ് കൂടെ കൺസിഡർ ചെയ്യണം. അതായത് ഡയോഡിന് അക്രോസ് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്, അതാണ് 0.7. ഒരു സിലിക്കണിന്റെ കേസ് വെച്ചിട്ടാണ് ഈ 0.7 പറയുന്നത്. അപ്പം യൂഷ്വലി ഒരു സിലിക്കൺ അക്രോസ് ഉള്ള ബാരിയർ പൊട്ടൻഷ്യൽ 0.7 ആണ്. ജെർമേനിയം ആണെങ്കിൽ അത് 0.3 ആണ്. അപ്പൊ ബാരിയർ പൊട്ടൻഷ്യൽ കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ മോഡലാണ് നമ്മുടെ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റെസിസ്റ്റൻസ് ഹൈയും ലോ ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ ഇവിടെ 0.7 ഡ്രോപ്പും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം. അതാണ് ഈ മോഡലിന്റെ പ്രത്യേകത. അപ്പൊ ഐഡിയൽ മോഡലും കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡലും നമുക്ക് മനസ്സിലായി. ഇനി അതിന്റെ 1-2 സിമ്പിൾ പ്രോബ്ലംസ് കൂടെ നമുക്കിവിടെ കാണാം. ഇനി ഇത് മാക്സിമം ഡയോഡിന്റെ ബേസിക് പാരാമീറ്റേഴ്സ് ആണ്. മാക്സിമം പവർ റേറ്റിംഗ് എന്താണ്, ഫോർവേഡ് കറണ്ട് എന്താണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഇത് നമ്മൾ റെക്ടിഫയേഴ്സിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അതെന്തായാലും നമുക്ക് പറയാം. അതും ഒരു റിവേഴ്സ് വോൾട്ടേജ് ആണെന്ന് തൽക്കാലം ഓർത്തിരുന്നാൽ മതി. അതെനിക്ക് റെക്ടിഫൈന്റെ കേസിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതായത് മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ്. അപ്പൊ അത് നമുക്ക് ഒരു നമ്മുടെ റെക്ടിഫൈന്റെ കേസ് നമുക്ക് അത് മെയിൻ ആയിട്ട് ആവശ്യം വരുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇതൊരു പാരാമീറ്റർ ആണ്. ഡയോഡ് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഹാഫ് വേവ് ഫുൾ വേവ് ഒക്കെ പറയുന്നത്. അപ്പം ഒരു 3 പാരാമീറ്റേഴ്സ് ആണ്. മാക്സിമം പവർ റേറ്റിംഗ്, എത്ര പവർ അതിന് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഡയോഡിന്, അതുപോലെ തന്നെ എത്ര കറണ്ട് ഒരു ഫോർവേഡ് ഡയോഡിനകത്തൂടെ പാസ് ചെയ്യും അതിനെ ഡാമേജ് ചെയ്യാതെ, അതാണ് മാക്സിമം ഫോർവേഡ് കറണ്ടും മാക്സിമം പവർ റേറ്റിംഗ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പവർ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ PIV എന്ന് പറയും. അത് നമ്മൾ കൂടുതലും വരുന്നത് റെക്ടിഫയേഴ്സിന്റെ കേസിലാണ്. അതിന്റെ വാല്യൂ ഒക്കെ പഠിച്ചു വെക്കണം. അതാണ് പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് ഈ വോൾട്ടേജ്, അത് ഓൾറെഡി പറഞ്ഞു, സിലിക്കൺ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ടിംഗ് വോൾട്ടേജ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ വോൾട്ടേജ് എന്നൊക്കെ അതിനെ പറയും. അത് ജെർമേനിയത്തിന്റെ കേസിലും സിലിക്കണിന്റെ കേസിലും എത്രയാണ്. പിന്നെ റിവേഴ്സ് ലീക്കേജ് കറണ്ട് നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് എ കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ വെൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബയസ്. അതിൽ ആ റിവേഴ്സ് ലീക്കേജ് കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ റിവേഴ്സ് ലീക്കേജ് കറണ്ട് തന്നെയാണ് നമ്മുടെ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ റിവേഴ്സ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കും. ഓക്കെ, അതും മൈനോറിറ്റി കാരിയർ ആണ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇപ്പൊ നേരത്തെ പഠിച്ച ഡയോഡ് മോഡൽ വെച്ചിട്ടുള്ള 1-2 പ്രോബ്ലംസ് ആണ്. വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഞാനിവിടെ ഐഡിയൽ മോഡലായിട്ട് കൺസിഡർ ചെയ്യാണ് ഈ സർക്യൂട്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു ചെറിയ കുഞ്ഞു സർക്യൂട്ട് ആണ്. ഇതിനകത്തും ഇതിന്റെ ലോഡ് വോൾട്ടേജും ലോഡ് കറണ്ടും, ഈ റെസിസ്റ്റൻസ് ആണ് ലോഡ് റെസിസ്റ്റൻസ്. അപ്പൊ അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും അതിനകത്തൂടെ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജും കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഡയോഡ് ആണ്, ഐഡിയൽ ആണെങ്കിൽ ഇത് ഫോർവേഡ് ബയാസിന്റെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം കറണ്ട് വളരെ ഈസി ആയിട്ട് കൺസിഡർ ചെയ്യാം. കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 10/1 കിലോ. കാരണം ഇവിടെ ഡ്രോപ്പ് ഇല്ല, ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് V/R. അപ്പൊ 10 വോൾട്ടും ഉണ്ട്, 1K റെസിസ്റ്റൻസും ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന കറണ്ട് ആണ് ലോഡ് കറണ്ട്. ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും പ്രത്യേകത. അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇനി ഇവിടെ നോക്കി, ഇത് നമ്മൾ കൊടുത്തേക്കുന്ന സപ്ലൈ വോൾട്ടേജ് ആണ്. അപ്പം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ലോഡ് വോൾട്ടേജ്. ഇത് ഐഡിയൽ ആണ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് എനിക്ക് പറയാം ഈ വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇവിടെ കാണുന്നത്. അപ്പൊ VS എന്തിന് ഈക്വൽ ആയിരിക്കും,
ലോഡ് വോൾട്ടേജ് നിൽക്കും. അപ്പൊ ലോഡ് വോൾട്ടേജ് ഇവിടെ എഴുതിയിട്ടില്ല ഞാൻ. VL ന്റെ വാല്യൂ എത്ര തന്നെ? 10 തന്നെയാണ്. അപ്പൊ ഐഡിയൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഡ്രോപ്പ് കൺസിഡർ ചെയ്യേണ്ട, 0.7 കൺസിഡർ ചെയ്യാതെ തന്നെ നമ്മൾ അതിനെക്രോസ് ഉള്ള കറണ്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഒരു ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് കാണാം 10 വോൾട്ടും 1K ആണെങ്കിൽ 10/1 ആണ് കറണ്ട്. ഈ 1K ക്കുള്ള റെസിസ്റ്റൻസ് എത്ര നോക്കി കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും. ഈ വോൾട്ടേജ് തന്നെയാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇതിനെക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പം VL 10 ആയിരിക്കും, കറണ്ട് 10 മില്ലി ആംപിയർ ആയിരിക്കും. ഇനി അടുത്തത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ വെച്ചിട്ട് ആ പ്രോബ്ലം നോക്കുവാണ്. അതായത് ഇവിടെ ഒരു 0.7 ഡ്രോപ്പ് ഉണ്ട്. അപ്പൊ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് നിൽക്കുന്നതിന്റെ കൂടെ ഒരു ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കറണ്ട് വോൾട്ടേജും ഇവിടെ ആ ഒരു 0.7 ഡ്രോപ്പ് കൂടെ കണ്ടോ. ഇവിടെ ഞാൻ VL എന്ന് പറയുന്നത് 10 വോൾട്ട് മൈനസ് 0.7 ചെയ്യണം. 10 വോൾട്ട് മൈനസ് ഇവിടുത്തെ ഡ്രോപ്പ് കൂടെ കൺസിഡർ ചെയ്യണം. അതൊക്കെ കിർച്ചോഫ് കറന്റ് ലോ അപ്ലൈ ചെയ്താൽ മതി. കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആ ഡ്രോപ്പ് കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും ലോഡ് വോൾട്ടേജ്. നേരത്തെ 10 തന്നെ ഇവിടെ കിട്ടി, പക്ഷെ ഇവിടെ 10 അല്ല. ഇവിടുത്തെ 10ഉം ഈ പ്ലസ് മൈനസ് നമുക്ക് KVL ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, മൈനസ് പ്ലസ്. അപ്പൊ ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് എന്ന് പറയുന്നത് മൈനസ് പ്ലസ് ആണ്. മൈനസ് പ്ലസ് എന്ന് പറയുമ്പോൾ പ്ലസ് 10. ഇവിടോട്ട് വരുമ്പോൾ പ്ലസ് മൈനസ് ആണ്. അപ്പൊ മൈനസ് 0.7. ഇതാണ് നമ്മുടെ ലോഡ് വോൾട്ടേജ്, അതായത് 9.3. ലോഡ് കറണ്ട് എത്രയാണ്? 9.3/1 കിലോ. അപ്പൊ ഡ്രോപ്പ് കൂടെ കൺസിഡർ ചെയ്യുന്ന കാര്യമുള്ളൂ ഇതിനകത്ത്. നേരത്തെ ഐഡിയലിനകത്ത് അത് കൺസിഡർ ചെയ്യണ്ട. ആ ഒരു ഡിഫറൻസ് പറയാൻ വേണ്ടി ജസ്റ്റ് പോകാൻ വെച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് സെയിം ഒരു മോഡൽ തന്നിട്ട് ഇത് എന്താണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡലാണ് എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെയിം രീതിയിൽ ലോഡ് റെസിസ്റ്റൻസും കറണ്ടും മെഷർ ചെയ്തേക്കുമാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ അത് കണ്ടോ, 8 വോൾട്ട് കൊടുത്ത് 0.7 കുറയ്ക്കുമ്പോൾ എനിക്ക് ആ ലോഡ് കറണ്ട് കിട്ടും, ലോഡ് വോൾട്ടേജ് കിട്ടും. ദെൻ റെസിസ്റ്റൻസുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ലോഡ് കറണ്ട് കിട്ടും. സെയിം പ്രോബ്ലം ആണ്, മറ്റൊരു കേസ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അതിൽ ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടില്ല. സെനർ ഡയോഡിൽ നിന്നാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. PN ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? PN junction is reverse biased. Holes and electrons move towards the junction. Holes and electrons move away from the junction. Movement of holes and electrons are ceased. Width of the depletion region decreases. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് ഉള്ളത്. നമുക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ്, അല്ലെ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ വിട്ട് കൂടുവാണ്. അപ്പൊ ഇലക്ട്രോൺസ് ഹോൾസും ജംഗ്ഷനിൽ നിന്ന് മൂവ് എവേ ആണ്. മൂവ് ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഫോർവേഡ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന അടുത്ത ക്ലാസ് പഠിപ്പിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ആണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സെമി കണ്ടക്ടർ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ് പഠിക്കുന്നതാണ്. അപ്പൊ ഇത് അതിനകത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എ സെനർ ഡയോഡ് വിത്ത് ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതിന്റെ ആൻസർ അത് ലൈറ്റ്ലി ഡോപ്ഡ് ആണോ, ഹെവിലി ഡോപ്ഡ് ആണോ? ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അതിന്റെ ആൻസർ. അപ്പം കാരണം വെറുതെ ആൻസർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതാണ് ഞാൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഏതാണ് ചോദിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇത് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. അപ്പോ ഇത് സെനറും അവലാൻസിന്റെ ഒക്കെ കമ്പാരിസൺ പഠിച്ചാലേ നമുക്ക് അതിന്റെ ആൻസർ പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനും സെനർ ഡയോഡിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻ ആണ് സെനർ ഡയോഡിൽ ചോദിച്ചേക്കുന്നത്. അതിനകത്ത് അപ്പൊ സെനർ ഡയോഡിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? അപ്പൊ ഇതൊക്കെ നമുക്ക് തെറ്റിപ്പോകാൻ ഓപ്ഷനാണ്. റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആണോ, സെനർ ഡയോഡ് റെസിസ്റ്റൻസ് ആണോ, അതോ എക്സ്റ്റേണൽ സർക്യൂട്ട്സ് ആണോ? ഇത് ഒരു നമുക്ക് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മുടെ ABCD ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് ഏതാണെന്ന് അറിയണമെങ്കിൽ അതിന്റെ വർക്കിംഗ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ നന്നായിട്ട് അറിഞ്ഞിരുന്നാലേ എഴുതാൻ പറ്റും. അല്ലാതെ ജസ്റ്റ് പോയിന്റ്സ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ഇത്രയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി